യെസ്, ഫൈനലി നിവിൻ പോളി ഈസ് ബാക്ക്. സർവം മായ. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ. ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തോ, ഫാമിലിയെയും കൂട്ടത്തിൽ കൂട്ടിക്കോ, നല്ല എൻജോയ് ചെയ്ത് ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നന്നായി ചിരിച്ച് ആഘോഷിച്ച് സന്തോഷിച്ച് സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനായിട്ട് സർവം മായ എന്ന സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നിവിൻ പോളിയുടെ ആ ഒരു ഫീൽ ഗുഡ് ട്രാക്ക് ഉണ്ടല്ലോ, അത് നിവിൻ പോളിനെ കൊണ്ട് മാത്രം പറ്റുന്ന ചില സംഗതികളുണ്ടല്ലോ സിനിമയിൽ. നമ്മൾ പ്രേമത്തിലും 1983 കണ്ടു വന്നിട്ടുള്ള ആ നിവിൻ പോളി പിന്നീട് ട്രാക്ക് മാറ്റി കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിനിമകളിലേക്ക് പോയിരുന്നെങ്കിലും എഗെയിൻ ഈസ് ബാക്ക് ഓൺ ഹിസ് സേഫ് സോൺ എന്നൊക്കെ പറയാം. അതിന് അഖിൽ സത്യൻ്റെ സർവം മായ എന്ന മൂവിയാണ് ഇന്ന് റിലീസായിരിക്കുന്നത്. അതിൽ നിവിൻ പോളി നമ്മൾ പണ്ട് കണ്ട നിവിൻ പോളി, പണ്ട് വെച്ചാൽ നിവിൻ പോളി എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ട്രാക്കൊന്നും മാറ്റി പിടിച്ചിട്ടുള്ളൂ. ആ സെയിം വൈബ്, ആ സെയിം എന്താ പറയുക ചാം കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിവിൻ പോളി ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഒപ്പം എന്നും കൂട്ടത്തിലുണ്ടാവുന്ന അജു വർഗീസും കൂട്ടത്തിലുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവിയാണ്. അത്യാവശ്യം ഒരു കോമഡി, ഹൊറർ കോമഡി ട്രാക്കിൽ പോകുന്ന മൂവിയാണ്. വലിയ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാനോ ഒന്നുമില്ല പടത്തെ പറ്റി. പോവുക, ടിക്കറ്റ് എടുത്ത് സന്തോഷിച്ച് കണ്ട് ചിരിച്ച് കളിച്ചിറങ്ങി പോരാൻ പറ്റുന്ന ഒരു നല്ല പക്ക ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. വലിയ ഇതിനെപ്പറ്റി കഥയെപ്പറ്റി ഒന്നും ഞാൻ മീൻസ് അങ്ങനെയൊന്നും നമുക്ക് ഇന്ന കഥയാണ്, ഇന്ന കാര്യങ്ങളാണ്, ടെക്നിക്കൽ സ്റ്റഡി ഇങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ക്രിസ്മസിന്, ഈ വെക്കേഷന് ഫാമിലി ആയിട്ട് ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങാൻ പറ്റുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷം, നിവിൻ പോളി ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. നല്ല സിനിമയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഒരു വീഡിയോ, ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടാൻ എനിക്ക് തോന്നിയതും. ഇടയ്ക്ക് വീഡിയോ കട്ടായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവിൻ അജു കോംബോ തന്നെയാണ്. ബട്ട് അതിൽ ഏറ്റവും ഞെട്ടിച്ചതൊരു ഫ്രഷ് ആയിട്ടൊരു പുതുമുഖം വന്ന് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഒരു അല്പം മാറിയാൽ വളരെ ബോറായി പോയേക്കാവുന്ന ക്യാരക്ടറാണ്. പക്ഷെ ആ കുട്ടി അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. റിയ എന്നാണ് ആ ആക്ട്രസിൻ്റെ പേര്. ആ കുട്ടി ഈ പടത്തിൽ നല്ല ഒരു അവർ വരുന്ന ഒരു സീനിലൊക്കെ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും നിവിനായിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് നിവിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ആ സെയിമിൽ ഇത് പറഞ്ഞിട്ടും വീണ്ടും നിവിൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളായി ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ നിവിൻ പോളിയിൽ നിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും അത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ ഈ ക്രിസ്മസിന് എന്തായാലും നിവിൻ ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. അപ്പോൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് പോരുക. വേറെ കുറച്ചൊന്നും പറയാനില്ല. റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെയൊന്നും അതിനു വേണ്ടിയുള്ള വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നിവിൻ പോളി ഈസ് ബാക്ക്. താങ്ക് യു. മേരി ക്രിസ്മസ്.